previous video, we discussed about structure, properties of platelets, and temporary hemostatic plug formation. Unless a definitive hemostatic plug is not formed, hemorrhage continues as the temporary hemostatic plug is not stable. In this video, we will discuss about definitive hemostasis or coagulation of blood and fibrinolysis. Moving on to blood coagulation. This occurs due to the activation of clotting factors. Clotting factors സാധാരണ പ്ലാസ്മയിൽ ഇനാക്റ്റീവ് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. 12 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫാക്ടർ 1 to 13. ഫാക്ടർ 6 ആബ്സെൻ്റ് ആണ്. ദിസ് ഇസ് എ ലിസ്റ്റ് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഫാക്ടർ 1 ഫൈബ്രിനോജൻ, ഫാക്ടർ 2 പ്രോത്രോംബിൻ, ഫാക്ടർ 3 ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ, ഫാക്ടർ 4 കാൽസ്യം, ഫാക്ടർ 5 പ്രോ ആക്സിലറിൻ, ഫാക്ടർ 7 പ്രോ കൺവേർട്ടിൻ, Factor 8 anti-hemophilic factor or anti-hemophilic globulin A, Factor 9 Christmas factor or anti-hemophilic factor B, Factor 10 is Stewart provo factor, Factor 11 plasma thromboplastin antecedent or anti-hemophilic factor C, Factor 12 Hageman factor or contact factor or glass factor, Factor 13 fibrin stabilizing factor or Lacky-Loran factor. Factor 2, 7, 9 and 10. They are vitamin K dependent factors. Moving on to the mechanism of blood coagulation. In the 3 stages ആയിട്ടാണ് നടക്കുന്നത്. Stage 1 activation of Stewart-Provo factor or factor 10. Stage 2 formation of thrombin from prothrombin. Stage 3 formation of fibrin from fibrinogen. There are 2 pathways of blood clotting. They are intrinsic pathway and extrinsic pathway. Intrinsic pathway എന്ന് പറയാൻ കാരണം ഇൻട്രിൻസിക് ആയിട്ട് ബ്ലഡിൽ തന്നെയുള്ള പ്ലാസ്മ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആണ് ഇവിടെ ആക്ടിവേറ്റ് ആവുന്നത്. എക്സ്ട്രിൻസിക് പാത്വേ ഇവിടെ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ അഥവാ ടിഷ്യൂ ഫാക്ടർ ആണ് റിലീസ് ആവുന്നത്. ഇത് സർക്കുലേറ്റിംഗ് ബ്ലഡിന് പുറത്താണ്. അതുകൊണ്ടാണ് ഇതിനെ എക്സ്ട്രിൻസിക് പാത്വേ എന്ന് വിളിക്കുന്നത്. ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സീ ബോത്ത് പാത്വേസ് ഓഫ് കൊയാഗുലേഷൻ. ഇൻട്രിൻസിക് പാത്വേ ഈസ് ഷോൺ ഇൻ ദ ലെഫ്റ്റ് സൈഡ്. ഒരു വാസ്കുലർ ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ കൊളാജൻ, നെഗറ്റീവ്ലി ചാർജ്ഡ് എൻഡോത്തീലിയൽ സർഫസ് ഇതൊക്കെ എക്സ്പോസ്ഡ് ആവും. ഹേജ്മാൻ ഫാക്ടർ അഥവാ ഫാക്ടർ 12 ഇതിന് ഈ നെഗറ്റീവ് ചാർജിനോട് ഭയങ്കര അഫിനിറ്റി ഉണ്ട്. ഹൈ മോളിക്കുലർ വെയ്റ്റ് കൈനിനോജൻ, കാലിക്രീൻ ഒക്കെ ഇത് ഈ പ്രോസസ്സിന് കോ ഫാക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഫാക്ടർ 12 ആക്ടിവേറ്റഡ് ആവുന്നു. ദസ് ഫാക്ടർ 12 ബിക്കംസ് ആക്ടിവേറ്റഡ് ഫാക്ടർ 12. This activated factor 12 then activates factor 11. Then activated factor 11 converts factor 9 to its activated form. Calcium accelerates this process. ഇനി സ്റ്റേജ് 1 ഫൈനൽ സ്റ്റെപ്പാണ്. ഫാക്ടർ 10 ആക്ടിവേറ്റ് ചെയ്യിക്കണം. ആക്ടിവേറ്റഡ് ഫാക്ടർ 9 along with membrane phospholipid, calcium and activated factor 8 it acts as a cofactor. ഇതൊക്കെ ഫാക്ടർ 10 ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഫാക്ടർ 8A ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫാക്ടർ 8 ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ എ ആണ്. ഇത് വോൺ വില്ലിബ്രൻ ഫാക്ടറുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടാണ് പ്ലാസ്മയിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് ഡെഫിഷ്യൻസി ഓഫ് വോൺ വില്ലിബ്രൻ ഫാക്ടർ ഓൾസോ റെഡ്യൂസസ് ദ അവൈലബിലിറ്റി ഓഫ് ഫാക്ടർ 8. ത്രോംബിൻ പിന്നെ ആക്ടിവേറ്റഡ് ഫാക്ടർ 10 ഇതൊക്കെ ഈ നമ്മുടെ ഫാക്ടർ 8 ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഫാക്ടർ 8 വോൺ വില്ലിബ്രൻ ഫാക്ടറിൽ നിന്ന് എപ്പോഴാണ് സെപ്പറേറ്റ് ആവുന്നത് അപ്പോഴാണ് ഫാക്ടർ 8 ആക്ടിവേറ്റഡ് ആയി എന്ന് പറയാൻ പറ്റുന്നത്. ഈ ഇൻട്രിൻസിക് പാത്വേയെ ഒരു എൻസൈം കാസ്കേഡ് ഹൈപ്പോത്തസിസ് എന്നാണ് പറയുന്നത്. കാരണം ഒരു ക്ലോട്ടിംഗ് ഫാക്ടർ വേറൊരു ക്ലോട്ടിംഗ് ഫാക്ടറിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള എൻസൈമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദിസ് ലീഡ്സ് ടു എ സീക്വൻഷ്യൽ ആക്ടിവേഷൻ ഓഫ് അതർ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് എക്സ്ട്രിൻസിക് പാത്വേ. ഇവിടെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുമ്പോൾ ടിഷ്യൂ ഫാക്ടർ അഥവാ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ റിലീസ്ഡ് ആവുന്നു. ഇത് ഫാക്ടർ 7 ആക്ടിവേറ്റ് ചെയ്യിക്കുന്നു. ആക്ടിവേറ്റഡ് ഫാക്ടർ 8 along with tissue factor, calcium, phospholipid, they activate factor 10. Thus stage 1 completed ആയി. സ്റ്റേജ് 2 activated factor 10 along with activated factor 5, calcium and phospholipid, they activate prothrombin to thrombin. Thrombin along with calcium converts fibrinogen to fibrin. This is stage 3. Activated factor 13, it converts fibrin to stabilized fibrin clot.
ഇതാണ് കൊയാഗുലേഷൻ പാത്വേസ്. ഇനി ഇതൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇൻട്രിൻസിക് പാത്വേ. ഫാക്ടർ 12 ആക്ടിവേറ്റഡ് ഫാക്ടർ 12i. ഫാക്ടർ 12നെ ഹേജ്മാൻ ഫാക്ടർ ഓർ ഗ്ലാസ് ഫാക്ടർ ഓർ കോൺടാക്ട് ഫാക്ടർ എന്ന് വിളിക്കുന്നു. ദിസ് ബിക്കംസ് ആക്ടിവേറ്റഡ് when it comes in contact with negatively charged surface. ഇതിനെ കോണ്ടാക്ട് ആക്ടിവേഷൻ എന്ന് പറയും. This converts factor 11 into activated form. Next, factor 11. Plasma thromboplastin antecedent or anti-hemophilic factor C എന്നാണ് ഫാക്ടർ 11നെ പറയപ്പെടുന്നത്. ഫാക്ടർ 11, ഫാക്ടർ 12, HMW കൈനിനോജിൻ, പ്രീകാലിക്രിൻ ഇവയെ കോണ്ടാക്ട് ഫാക്ടേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. Then, this activated factor 11, it converts factor 9 to its activated form. Factor 9നെ ക്രിസ്മസ് ഫാക്ടർ ഓർ ആൻറ്റി ഹീമോഫിലിക് ഫാക്ടർ ബി എന്ന് വിളിക്കും. ഇറ്റ് ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ വൈറ്റമിൻ കെ. ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ് ബൈ ഫാക്ടർ 11 ഓർ 7A and tissue factor complex in extrinsic pathway. It activates factor 10 along with factor 8. Factor 10 is toward provo factor. It is a vitamin K dependent polypeptide. The target of both intrinsic and extrinsic pathways is to activate this factor 10. Next, extrinsic pathway. Factor 3 അല്ലെങ്കിൽ ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ ആണ് ഈ എക്സ്ട്രിൻസിക് പാത്വേയുടെ ഇനീഷ്യേറ്റർ. ഇൻജേർഡ് വെസലിൽ നിന്ന് ബ്ലഡ് എക്സ്ട്രാവസേറ്റ് ചെയ്യുമ്പോൾ it comes in contact with tissue thromboplastin. Then circulating factor 7. It binds with this tissue thromboplastin and it gets rapidly converted to activated factor 7. This activated factor 7 activates factor 10 or Stewart-Provo factor. ഇനി അടുത്തത് സ്റ്റേജ് 2, അതായത് ആക്ടിവേറ്റഡ് ഫാക്ടർ 10 along with calcium and activated factor 5 converts prothrombin to thrombin. ഫാക്ടർ 5ൽ കുറേ അസ്പാർട്ടിക് ആൻഡ് ഗ്ലൂട്ടാമിക് ആസിഡ് റെസിഡ്യൂസ് ഉണ്ട്. സൾഫേഷൻ ഓഫ് ഫാക്ടർ 5 ആണ് ഫാക്ടർ 5ൻ്റെ ആക്ടിവിറ്റിയെ കൂട്ടുന്നത്. ആക്ടിവേറ്റഡ് ഫാക്ടർ 5 ഇറ്റ് ആക്ട്സ് ആസ് എ കോഫാക്ടർ ഫോർ ആക്സിലറേഷൻ ഓഫ് ദിസ് പ്രോസസ്. ദാറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. അതുകൊണ്ടാണ് ഫാക്ടർ 5നെ ആക്സിലറേറ്റർ ഗ്ലോബുലിൻ അല്ലെങ്കിൽ പ്രോ ആക്സിലറിൻ എന്ന് വിളിക്കുന്നത്. ഫാക്ടർ 2 ഇസ് പ്രോത്രോംബിൻ. It is a vitamin K dependent coagulation protein and it is synthesized in liver. It converts fibrinogen to fibrin monomers by removing the fibrinopeptides A and B from fibrinogen. Fibrin monomers then form clot. Thrombin is an activator of platelets. It also activates many clotting factors by feedback mechanisms. Next, we can study about stage 3. Formation of fibrin from fibrinogen. This is the final stage of coagulation. Thrombin acts as an enzyme in this process. അതിലെ പ്രോസസ്സുകളാണ്. ഫസ്റ്റ് വൺ, പ്രോട്ടിയോലൈസിസ് ഓഫ് സോല്യൂബിൾ ഫൈബ്രിനോജൻ. അതായത് ഫൈബ്രിനോജന് 3 ഡൊമെയിൻസ് ഉണ്ട്. 2 പെരിഫറൽ ഡൊമെയിൻസ് D ആൻഡ് 1 സെൻട്രൽ E ഡൊമെയിൻ. ത്രോംബിൻ സെൻട്രൽ ഡൊമെയിനുമായിട്ട് ബൈൻഡ് ചെയ്യും. ഇറ്റ് പ്രോട്ടിയോലൈറ്റിക്കലി റിലീസസ് 2 ഫൈബ്രിനോപെപ്റ്റൈഡ്സ് A and B. Thus fibrin monomers are formed. Polymerization of fibrin monomers ആണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫൈബ്രിൻ മോണോമേഴ്സ് ജോയിൻ ചെയ്ത് പ്രോട്ടോഫൈബ്രിൽസ് ഫോം ചെയ്യുന്നു. About 15 to 20 protofibrils aggregate ചെയ്ത് കഴിഞ്ഞാൽ they form thick fibers of fibrin. Protofibrils, they also branch out to form into a meshwork. Stage 3, stabilization of fibrin polymer. അതായത് ആക്ടിവേറ്റഡ് ഫാക്ടർ 13 നമുക്കറിയാമല്ലോ, ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ ആണ്. ഇറ്റ് സ്റ്റെബിലൈസസ് ഫൈബ്രിൻ polymers by cross-linking them. Calcium also acts as a cofactor. Covalent cross-linking of fibrin polymers provides strength to fibrin thread. ഇതാണ് ബ്ലഡ് ക്ലോട്ട്. റെഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും ഇതിൽ ട്രാപ്ഡ് ആവും ഈ ബ്ലഡ് ക്ലോട്ടിനുള്ളിൽ. നെക്സ്റ്റ്, ക്ലോട്ട് റിട്രാക്ഷൻ. നമുക്കറിയാം നമ്മുടെ ക്ലോട്ടഡ് ബ്ലഡിൽ ഫൈബ്രിൻ നെറ്റ്വർക്ക് ഉണ്ട്. അതിൽ റെഡ് സെൽസും പ്ലേറ്റ്ലെറ്റ്സും ഒക്കെ ട്രാപ്ഡായി പോകുന്നു. നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ ഈ ഫൈബ്രിൻ മെഷ് അങ്ങ് സ്പ്രെഡ് ചെയ്യും.
സീറം മുഴുവൻ ഇതിലങ്ങ് ട്രാപ്ഡ് ആവും. പക്ഷേ കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ ഈ ക്ലോട്ട് ഷ്രിങ്ക് ചെയ്യും. സീറം എല്ലാം പുറത്താവും. ഇതാണ് ക്ലോട്ട് റിട്രാക്ഷൻ. ഇത് കാരണം ക്ലോട്ട് സ്റ്റേബിൾ ആവും. ക്ലോട്ട് റിട്രാക്ഷൻ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷനാണ്. പ്ലേറ്റ്ലെറ്റ്സ് ഫൈലോപോഡിയ ഫോം ചെയ്യും. ഫൈബ്രിൻ സ്ട്രാൻഡ്സ് ദേ ടഗ് വിത്ത് ദിസ് ഫൈലോപോഡിയ. അത് കഴിഞ്ഞാൽ ഈ സൈറ്റോസ്കെൽറ്റൽ സിസ്റ്റംസ് ഉപയോഗിച്ച് പ്ലേറ്റ്ലെറ്റ്സ് അങ്ങ് ഷ്രിങ്ക് ചെയ്യും. കൺട്രാക്ഷൻ ഓഫ് ഫൈലോപോഡിയ ടേക്സ് പ്ലേസ്. അങ്ങനെ കൺസോളിഡേഷൻ ഓഫ് ത്രോംബസ് നടക്കും. ത്രോംബിൻ, കാൽസ്യം, ഗ്ലൈക്കോപ്രോട്ടീൻ 2B and 3A റിസെപ്റ്റേഴ്സ് ഓൺ ദ പ്ലേറ്റ്ലെറ്റ്സ്. ദീസ് ആക്ടിവേറ്റ് ക്ലോട്ട് റിട്രാക്ഷൻ. അതുകൊണ്ട് ത്രോംബസ് റിച്ച് ഇൻ പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ അതിനെ ഫൈബ്രിനോലൈസിസ് ചെയ്യാൻ പാടാണ്. നെക്സ്റ്റ്, ആൻറ്റി ക്ലോട്ടിംഗ് മെക്കാനിസം ഓർ ഫൈബ്രിനോലൈസിസ്. നമ്മുടെ ബോഡിയിൽ കുറേ ആൻറ്റി ക്ലോട്ടിംഗ് മെക്കാനിസംസ് ഉണ്ട്. ക്ലോട്ടിംഗ് ആൻഡ് ആൻറ്റി ക്ലോട്ടിംഗ് മെക്കാനിസംസ് തമ്മിൽ ഒരു ബാലൻസ് നോർമലി ഉണ്ട്. ബ്ലഡ് കൊയാഗുലേഷൻ ആക്ടിവേറ്റ് ആവുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആൻറ്റി ക്ലോട്ടിംഗ് മെക്കാനിസംസും ആക്ടിവേറ്റ് ആവും. അതുകൊണ്ടാണ് ഇഞ്ചുറിയുടെ സൈറ്റിൽ അല്ലാതെ വേറൊരിടത്തോട്ടും ക്ലോട്ട് സ്പ്രെഡ് ചെയ്യാത്തത്. 3 സ്റ്റെപ്സാണ് ഈ പ്രോസസ്സിലുള്ളത്. ഫസ്റ്റ് വൺ, ആക്ടിവേഷൻ ഓഫ് പ്രോട്ടീൻ C. സെക്കൻഡ് വൺ, ആക്ടിവേഷൻ ഓഫ് പ്ലാസ്മിൻ. ആൻഡ് തേർഡ് വൺ, ഫൈബ്രിനോലൈസിസ്. ഫസ്റ്റ്, ആക്ടിവേഷൻ ഓഫ് പ്രോട്ടീൻ C. ക്ലോട്ടിങ്ങിലുണ്ടാവുന്ന ത്രോംബിൻ പ്രോട്ടീൻ Cയെ ആക്റ്റീവ് ആക്കുന്നു. ദസ് ത്രോംബിൻ ഓൾസോ controls anti-clotting mechanisms. We studied earlier that thrombin is a part of clotting mechanism. Thrombin also promotes anti-clotting mechanisms by activating protein C. വാസ്കുലർ എൻഡോത്തീലിയത്തിൽ നിന്ന് ത്രോംബോമോഡുലിൻ എന്ന ഒരു ഹോർമോണും സെക്രീറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. This can also activate protein C. Next step is activation of plasmin. Activated protein C, it inactivates factor 5 and 8. Thus, they inhibit the intrinsic mechanism of clotting. Protein C along with protein S. Protein S is a cofactor. It activates plasminogen activator. This plasminogen activator converts plasminogen to plasmin. Next step is fibrinolysis. Plasmin acts as an enzyme to cause fibrinolysis. Plasmin along with cofactors thrombin and plasminogen activator, they convert fibrin clot into fibrin degradation products. ഈ fibrin degradation productsന്റെ ലെവൽ വെച്ച് നമുക്ക് റേറ്റ് ഓഫ് ഫൈബ്രിനോലൈസിസ് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, we can study about each component of fibrinolysis in detail. First, plasminogen. This is a polypeptide consisting of 791 amino acids. It is synthesized in liver. It is converted to plasmin, which is an active protease. Plasmin. Plasmin has both fibrinolytic and non-fibrinolytic actions. Plasmin cleaves both fibrinogen and fibrin. ആദ്യം ഇത് ഡി ഡൊമെയിൻ ഓഫ് ഫൈബ്രിനോജനിലെ ആൽഫ ആൻഡ് ബീറ്റ ചെയിൻസിനെ ക്ലീവ് ചെയ്യും. ദെൻ ഇറ്റ് റിലീസസ് എ ആൻഡ് ബി ബീറ്റ ഫ്രാഗ്മെൻറ്റ്സ്. Then it cleaves the central and peripheral domains E and D respectively. Fibrin degradation by plasmin results in the formation of fibrin degradation products. ഇങ്ങനെ ഫൈബ്രിനോലൈസിസ് അല്ലാതെ പ്ലാസ്മിന് വേറെയും കുറേ റോളുണ്ട്. They are non-fibrinolytic actions. They are plasmin is involved in tissue remodeling. It plays a role in inflammation and tumor cell invasion. It controls ovulation and embryogenesis. It regulates development of neurons. It plays a role in activation of growth factors. It also helps in proliferative response of blood vessels to injury. Next, plasminogen activators. They include tissue plasminogen activator and urokinase plasminogen activator. Tissue plasminogen activator ഇതൊരു പോളിപെപ്റ്റൈഡ് ആണ്. ഇറ്റ് കണ്ടെയ്ൻസ് 527 amino acid residues. Molecular weight is 72,000 Dalton and it is synthesized by endothelial cells. Thrombin, histamine, bradykinin, epinephrine, ADH, acetylcholine, gonadotropins. They control the secretion of tissue plasminogen activator. ഇതൊരു poor plasminogen activator ആണ്. ബട്ട് ഫൈബ്രിൻ്റെ പ്രസൻസിൽ ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവിറ്റി ഇറ്റ് ഇൻക്രീസസ് എനോമസ്ലി.
It converts plasminogen to plasmin. Next, urokinase and streptokinase. Urokinase plasminogen activator ഒരു glycoprotein ആണ്. It consists of 411 amino acids. It is formed by endothelial cells, macrophages and renal epithelial cells. ഇതിന് രണ്ട് ഫോംസ് ഉണ്ട്. High molecular weight urokinase plasminogen activator and low molecular weight urokinase plasminogen activator. രണ്ടിനും പ്ലാസ്മിനോജനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ബട്ട് ഓൺലി high molecular weight urokinase plasminogen activator binds to urokinase plasminogen activator receptor. Physiologically, urokinase plasminogen activator is more effective activator of plasminogen than tissue plasminogen activator even in the presence of fibrin. Urokinase plasminogen activator has lower affinity for fibrin than tissue plasminogen activator. Streptokinase is a variant of urokinase. Moving on to the next topic, that is inhibitors of fibrinolysis. They are divided into two categories. They are plasmin inhibitors and plasminogen activator inhibitors. Plasmin inhibitors, SERPINs. It is a family of serine protease inhibitors. They inhibit plasmin. Alpha-2 antiplasmin. ഇതൊരു സെറിൻ പെപ്റ്റൈഡ് ആണ്. ഇതിന് 452 amino acids ഉണ്ട്. It is synthesized by liver and kidney. Alpha granules of plateletsൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ്. നെക്സ്റ്റ് alpha-2 macroglobin. ഇതൊരു നോൺ സെർപിൻ പ്ലാസ്മിൻ ഇൻഹിബിറ്റർ ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ എൻഡോത്തീലിയൽ സെൽസ് ആൻഡ് മാക്രോഫേജസ്. അടുത്ത കാറ്റഗറി ഇൻഹിബിറ്റേഴ്സ് ആണ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റേഴ്സ്. അത് രണ്ടെണ്ണം ഉണ്ട്. പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ 1 and 2. പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റേഴ്സ് 1. ഇതൊരു സിംഗിൾ ചെയിൻ പോളിപെപ്റ്റൈഡ് ആണ്. 402 അമിനോ ആസിഡ്സ് ഉണ്ട്. ഇറ്റ് ഈസ് സെക്രീറ്റഡ് ബൈ ലിവർ, monocytes, endothelial cells and adipocytes. It is the most important and rapidly activating physiological inhibitors of tissue plasminogen activator and urokinase plasminogen activator. അതുകൊണ്ട് ഈ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ ഇൻഹിബിറ്റർ 1 ഇത് പെട്ടെന്ന് തന്നെ ഫൈബ്രിനോലൈസിസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. Plasminogen activator inhibitor 1, it is inhibitor 2, it is secreted by placenta, monocytes and tumor cells. It is less effective than plasminogen activator inhibitor 1 in inhibiting plasminogen activators. അതുകൊണ്ട് ഈ plasminogen activator 1 and 2 they both inhibit plasminogen activator and thus they inhibit fibrinolysis. Thus we studied in detail about hemostasis. Thank you.